തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇരു മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ്. മണ്ഡലത്തിലെ സംഘടനാ സംവിധാനത്തിലാണ് LDF പ്രതീക്ഷ അർപ്പിക്കുന്നതെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം വോട്ടാകുമെന്നാണ് UDFന്റെ വിശ്വാസം. 2009-ലെയും 2014-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PK ബിജുവിലൂടെ LDF നേടിയത് മിന്നും ജയം. മൂന്നാം അംഗത്തിനിറങ്ങിയ ബിജുവിന് മുന്നിൽ അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFനൊപ്പമുള്ളത് വടക്കാഞ്ചേരി മാത്രമാണ്. അതും ഭൂരിപക്ഷം വെറും 43 വോട്ടിൻ്റെ. മണ്ഡലത്തിലാകെ LDF സംഘടനാ സംവിധാനം ശക്തമാണ്. എന്നാൽ പ്രവർത്തന മികവിൻ്റെ അംഗീകാരവുമായി എത്തിയ രമ്യ ഹരിദാസ് വളരെ വേഗം മണ്ഡലത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. പാട്ടും പ്രസംഗവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി രമ്യ തരംഗമായതോടെ UDF ക്യാമ്പിലും പ്രതീക്ഷ പടർന്നു. ഒപ്പം പല വിധത്തിലുള്ള വിവാദങ്ങളും ആലത്തൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. പിന്നെ ജനക്കൂട്ടത്തിൽ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ യോഗങ്ങളിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ് ഉണ്ടാവുക. രമ്യ ഹരിദാസിൻ്റെ യോഗങ്ങളിൽ പൊതുസമൂഹത്തെ കൂടുതൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം അതിൽ എല്ലാവരും സ്ത്രീകൾ, കുട്ടികൾ, അതുമാതിരി അവിടെ ആ നാട്ടിലുള്ളവരപ്പോൾ എല്ലാവരും കൂടുന്നൊരു അവസ്ഥയും കാണുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഇവർ ഇതിൽ LDFന് ദോഷം ചെയ്യുമോ എന്ന് നമ്മൾ സംശയിക്കുന്നത്. സോഷ്യൽ മീഡിയ കൂടി പോരാട്ടത്തിൻ്റെ വേദിയാകുന്ന ആലത്തൂർ ഓരോ ദിവസവും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഏതായാലും മത്സരം തീ പാറുമെന്ന് ഉറപ്പാണ്. ഷനു ബാലകൃഷ്ണനോടൊപ്പം PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.